ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം എനിക്ക് സ്പീക്കർ അനുവദിച്ചിരിക്കുന്ന പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ട് പാർലമെന്ററി പാർട്ടി ലീഡർ സഖാവ് TP കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എനിക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മാറ്റി തന്ന സീറ്റ് പ്രതിപക്ഷത്തെ കൂടെയാണ്. ഞാനൊരിക്കലും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ സീറ്റ് എനിക്ക് ഞാൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര ബ്ലോക്ക് അനുവദിച്ച് മറ്റൊരു സീറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു. ആ കത്തിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷമേ തീരുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആ സീറ്റ് ഇരിക്കേണ്ടതുകൊണ്ട് ഇന്ന് സഭയിൽ കയറുന്നില്ല. അതാണ് സ്ഥിതി. അത് സാരല്ല, കുഴപ്പമില്ല. വർഗമിത്രങ്ങൾ ആരാന്നും കൂടെ അവർ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നു. അത് കുഴപ്പമില്ല. അതെ, എന്നോ തള്ളിയില്ലേ, പുതിയ സംഭവമല്ലല്ലോ. ഇപ്പോൾ ഓക്കെ, തീരുമാനം വന്നതിന് ശേഷം മാത്രമേ പങ്കെടുക്കുമോ അതോ നാളെ പങ്കെടുക്കുമോ? അല്ല, ഇന്നത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്യും. നാളെ സീറ്റ് തന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സഭയിൽ എന്തായാലും ഞാൻ കയറും. ഈ സ്പീക്കർ ഇത് ഇനി പറ്റില്ല, പ്രതിപക്ഷത്തിന്റെ അടുത്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താങ്കൾക്കൊരു മറുപടി തന്നിരുന്നു. സീറ്റ് താങ്കൾ ആവശ്യപ്പെട്ട സീറ്റ് നൽകാൻ കഴിയില്ല എന്ന്. അല്ലല്ല, നമ്മൾ ആ ലെറ്ററാണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ അതിന് മറുപടി ഇപ്പം ഇന്ന് കിട്ടിയിട്ടില്ല. ആ മറുപടിക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇന്നൊരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അതായത് പ്രതിപക്ഷ നിരയിൽ നിന്ന് എന്നെ മാറ്റി എന്നെ ഒരു സ്വതന്ത്ര ബ്ലോക്കായിട്ട് ഒരു സീറ്റ് അനുവദിക്കണം. പ്രതിപക്ഷ നിരയിലേക്കാണ് ഇപ്പം എന്നെ മാറ്റിയിട്ടുള്ളത്. അത് ഞാൻ തയ്യാറല്ല. എനിക്ക് പ്രതിപക്ഷമല്ലാത്ത സിംഗിൾ ബ്ലോക്കായിട്ട് പ്രൈവറ്റ് എന്താ പറയുക സ്വതന്ത്ര ബ്ലോക്കായിട്ട് അനുവദിക്കണം എന്നാണ് പറഞ്ഞത്. അതിന്റെ മറുപടിക്ക് വെയിറ്റ് ചെയ്യണം. അതൊന്നുകൂടെ വെയിറ്റ് ചെയ്യും. സഭയിൽ വലിയ ചർച്ചകളല്ലേ നടക്കുന്നത്, അപ്പോൾ അവിടേക്ക് താങ്കളുടെ ഒരു സാന്നിധ്യം വേണ്ടേ? അല്ല, സഭയിൽ അടിയല്ലേ നടക്കുന്നത്, ചർച്ചയല്ലല്ലോ, കയ്യാങ്കളി മാത്രമല്ലേ ഉള്ളൂ. ഇല്ല, എനിക്ക് എന്റെ നയം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം അത് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ എന്റെ ഈ പറയുന്ന DMKയുടെ നയവിശദീകരണവും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള പണിയിലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അതെ അതെ അതെ, അത് ജനങ്ങൾക്ക് അറിയാലോ. ഏതൊക്കെ കള്ളന്മാരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നതെന്നും ആരാണ് കള്ളനെന്നൊക്കെ കേരളത്തിൽ ജനങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ഒരു നിവൃത്തിയില്ല. കാലം അത് തെളിയിക്കും. ഈ ജനങ്ങളൊക്കെ പോളിംഗ് ബൂത്തിൽ പോവുമല്ലോ, അപ്പൊ നമുക്ക് കാണാം. അന്നത് തെളിയും. അത് എത്ര വട്ടം പറഞ്ഞു. അജിത് കുമാർ കസേരക്കളി, നമ്മളെ ഓണത്തിനൊക്കെ കസേരക്കളി ഉണ്ടാവില്ലേ എന്നത് പറഞ്ഞ പോലെ ഈ സീറ്റിൽ നിന്ന് ആ സീറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് കാര്യം? അദ്ദേഹത്തെ എന്താ പറയുക, ഡിസ്മിസ് ചെയ്യത്തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ ഏകദേശം DGPയുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന നിലക്ക് ഡിസ്മിസ് ചെയ്യണ്ടേ, സസ്പെൻഡ് ചെയ്യണ്ടേ? സസ്പെൻഡ് ചെയ്യണമെന്നാണ് DGP എഴുതി കൊടുത്തത്. അതുകൊണ്ടാണല്ലോ 30ാമത്തെ ദിവസം ഈ മറുപടി കൊടുത്തിട്ടും 2 ദിവസം നീണ്ടതെന്തിനാ? ആ സസ്പെൻഷൻ എന്ന അദ്ദേഹത്തിന്റെ വാചകം ഒഴിവാക്കി തൽസ്ഥാനത്തുനിന്ന് മാറ്റണമാക്കാൻ എന്ന CMO ഓഫീസിലെ നിർബന്ധം, ആ നിർബന്ധമാണ് ഈ 2 ദിവസം നീട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഈ സസ്പെൻഷനിലായിരുന്നു നടപടി വേണ്ടത്. സസ്പെൻഷൻ നടത്തണം എന്നാണ് പോലീസ് ചീഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന DGP കൊടുത്ത റിപ്പോർട്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് തയ്യാറല്ല. അതുകൊണ്ടാണ് 2 ദിവസം ബലം പിടിച്ചിരുന്നത്. അത് മാറ്റിക്കൊടുക്കാൻ പറഞ്ഞു. DGP അതിന് തയ്യാറായിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, രാത്രിയെ പകലും പകലിനെ രാത്രിയാക്കിക്കൊണ്ടിരിക്കല്ലേ. അത് എത്ര കാലം തുടരും? ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ചേലക്കര തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അതിലും കൃത്യമായ ധാരണയായി കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് BJPക്ക് CPM വോട്ട് മറിക്കുന്നു. ചേലക്കരയിൽ CPMന്റെ വോട്ട് BJPയുടെ വോട്ട് CPMന് നൽകും. കൃത്യമായ ധാരണയാണ്. ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു BJPയുടെ MLA വരാൻ പോവുകയാണ് ഒരു 1.5 മാസത്തിനകത്ത്. അതാണ് ധാരണ. ആ ധാരണക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഈ പറയുന്ന അജിത് കുമാറാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തള്ളാൻ കഴിയില്ലല്ലോ. താങ്കളുടെ ഒരു ശക്തി പ്രകടനത്തിന്റെ ഒരു സമയം കൂടിയാണല്ലോ ഇത്തരം ഉപതെരഞ്ഞെടുപ്പൊക്കെ. പാലക്കാടും ഈ ചേലക്കരയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ താങ്കൾ സ്വന്തം നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ, അല്ലെങ്കിൽ എന്താണ് അവിടെ സ്വീകരിക്കാൻ പോകുന്ന സ്ട്രാറ്റജി? അല്ല, അത് കൂടിയാലോചന. അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പാലക്കാട് ജില്ലയിലുണ്ട്, തൃശ്ശൂർ എല്ലാ ജില്ലകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലീഡർഷിപ്പിന്റെ ഒരു കോർഡിനേഷനിലാണ് നമ്മളുള്ളത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പോഴേക്കും ഇത് കോർഡിനേറ്റ് ചെയ്ത് കഴിയും. അപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കും. സ്ഥാനാർത്ഥി ഉണ്ടാവും അവിടെ? അല്ല, അങ്ങനെ പറയാൻ വയ്യ. നോക്കാം നമുക്ക്. സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് പാലക്കാടിലെ DMK പ്രവർത്തകരുടെ ആഗ്രഹമെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും.
ചേലക്കരയിലും അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി ഉണ്ടാവും, അത് തർക്കമൊന്നുമില്ല. ഈ അജിത് കുമാറിന്റെ ട്രാൻസ്ഫർ ഓർഡറിലെ നിലവിൽ അജിത് കുമാർ വഹിക്കുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നു. അത് അത്രയേ ഉള്ളൂ. അതായത് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായിട്ടല്ല ട്രാൻസ്ഫർ ഉള്ളത്. സാധാരണ പോലീസിലെ ട്രാൻസ്ഫർ നടക്കുന്ന ചുമതലയിൽ നിന്ന് ഇന്ന ചുമതലയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്ന ഒരു സാധാ ഓർഡറാണ്. അല്ലാതെ ഇതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വന്ന വീഴ്ചയുടെ പേരിലോ കുറ്റത്തിന്റെ പേരിലോ ഉള്ള ഒരു ട്രാൻസ്ഫർ ആയിട്ട് ആ ഡോക്യുമെന്റ് വായിച്ചാൽ മനസ്സിലാവില്ല. ഈ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായുള്ള നമ്മുടെ DMKയുടെ ഡിസ്കഷന്റെ ഒരു അവസ്ഥ എന്താണ്? അതൊക്കെ സുന്ദരമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡിസ്കഷനെ ഇല്ല എന്നറിയാനല്ലേ ആഗ്രഹം. അതൊക്കെ അതിന്റെ സമയത്താകുമ്പോൾ നടക്കും. ഇത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയാണല്ലോ, മറ്റേത് ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്. നമുക്ക് നോക്കാം. എവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാരാ? നിങ്ങളുടെ ആംഗിൾ വലിയ നേതാക്കന്മാരായിരിക്കും. എൻ്റെ ആംഗിൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ആ ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അതാണ് DMKയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ആ ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. അറിയില്ല. അപ്പൊ ഈ സഭയുടെ ഇങ്ങനെ ബഹിഷ്കരിച്ച് ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റുമോ? സ്പീക്കർ അല്ല, ഞാൻ ഇന്നും കൂടി ബഹിഷ്കരിക്കല്ലാതെ തീരുമാനം അറിഞ്ഞിട്ടേ കയറൂ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തീരുമാനം ഇല്ലെങ്കിൽ ഞാൻ സഭയിൽ കയറും. സഭയിൽ ആ സീറ്റിൽ ഞാൻ ഇരിക്കില്ല. അവിടെ തറയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരിക്കും. അപ്പൊ ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തറയിലിരിക്കും. എന്ത് സംശയം? തറ അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല. നമ്മളൊക്കെ ഇപ്പം നിൽക്കുന്ന തറയുണ്ടായിട്ട് ബാക്കിയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തറ അത്ര മോശപ്പെട്ട സ്ഥലമാണ് എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. അപ്പൊ സ്പീക്കറുടെ ഒരു വിവേചനാധികാരമല്ലേ എവിടെ സീറ്റ് തരണം? അല്ല, അത് നമുക്ക് നോക്കാന്ന്. സ്പീക്കർ വിവേചനാധികാരത്തിന്റെ മറുപടി തരട്ടെ. ഇല്ലല്ല, അതായി വരുന്നേ ഉള്ളൂ. അല്ല, മാറ്റി നിർത്തിയതല്ലേ. ഞാൻ അവിടെ പോയിട്ട് പ്രതിപക്ഷത്തിന് കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? താങ്കളെ പ്രതിപക്ഷ ബെഞ്ചിലേക്ക് മാറ്റിയെന്നാ പറഞ്ഞു. ഇരിക്കോ? നിങ്ങളിരിക്കോ? നിങ്ങളാണെങ്കിൽ ഇരിക്കോ? അതുകൊണ്ടാണ് തറയിലിരിക്കുമെന്ന് പറഞ്ഞത്. 1 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്.